പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറം. എനിക്ക് നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ ഈ സ്ഥലങ്ങളിലാണ് ഈ പിതൃതർപ്പണ കർമ്മങ്ങൾ നടക്കുക. നാളെയാണ് അതിന്റെ കൂടുതൽ ആൾക്കാർ എത്തുക. ഇത് രാത്രിയോടുകൂടി ഇവർ എത്തുന്ന ആൾക്കാരൊക്കെ ഈ മണപ്പുറത്ത് ഉറക്കം വിളിച്ചിരിക്കും. അതിനുശേഷം നാളെ പുലർച്ചെ തന്നെ ഈ പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കും. ഇന്നും ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഈ തർപ്പണം ചടങ്ങുകൾ നടത്തുന്നുണ്ട്. അത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എത്തിയ ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ നിതിൻ അംബുജൻ ഇവിടെ ഉണ്ട്. നമ്മളെ കൂടാതെ ഈ ആലുവ മണപ്പുറത്ത് എവിടെയോ ഉണ്ട്. നിതിൻ അംബുജന് കൂടുതൽ വിവരങ്ങൾ അറിയാം അല്ലെ? നമുക്ക് ഇതിലേക്ക് പോവാം. അതെ, പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തുന്ന മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി ആലുവ മണപ്പുറം. രാവിലെ ലക്ഷാർച്ചനയോടെ ചടങ്ങുകൾ തുടങ്ങി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 116 ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത്. യെസ്, അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നിതിൻ അംബുജനോട് ചോദിക്കാം. നിതിൻ, നമ്മൾ ഈ മണപ്പുറത്തിന്റെ ഒരു ഭാഗത്താണ്. നിതിൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി. അത്യാവശ്യം തിരക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇവിടെ മണൽ വാരിട്ട് കഴിഞ്ഞാൽ അത് താഴെ വീഴത്തത്രയും തിരക്കുണ്ടാവും. അത്രമാത്രം വിശ്വാസികൾ, ഭക്തർ ഇങ്ങോട്ട് എത്തുമെന്നറിയാം. അപ്പോൾ ഇത്തവണത്തെ ഒരുക്കങ്ങൾ, അതിന്റെ രീതി എന്താണ്, ക്രമീകരണങ്ങൾ എന്താണ്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഈ ആലുവ മണപ്പുറത്ത് തന്നെയുണ്ട്. ബലിമണ്ഡപത്തിന് സമീപത്തായി തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് രാവിലത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. രാവിലെ തന്നെ ആളുകളുടെ ഒരു നീണ്ട നിര ആലുവ മണപ്പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ക്ഷേത്രത്തിലാകെ നിറയെ ആളുകളാണ്. ഈ ആലുവ ഈ ബലിമണ്ഡപത്തിന് സമീപം ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തുന്ന സ്ഥലമാണ് ആലുവ മണപ്പുറം. ഒക്കെ മഹാശിവരാത്രി ആഘോഷം ഏറ്റവും കൂടുതൽ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തി ആഘോഷം നടത്തുന്ന ആലുവയിലാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തും. ഇപ്പോൾ രാവിലെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം തന്നെ രാവിലെ പോലെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചു. നമുക്കറിയാം, സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് നാളെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് പലരും ഇന്നലെ രാത്രി തന്നെ ഈ ആലുവയിലേക്ക് എത്തി ഇന്ന് രാവിലെ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത്. രാവിലെ 4 മണി മുതൽ തന്നെ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് ശിവരാത്രി ബലിയും നാളെ രാവിലെ 8:30 മുതൽ നടക്കുന്ന കുംഭമാസത്തിലെ വാവ് ബലിയുമാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനാണ് നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുക. ഈ തിരക്ക് കണക്കിലെടുത്ത് വലിയ നിയന്ത്രണങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് ഈ മേഖലയിലാകത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശിവരാത്രി ആഘോഷം ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം കർശനമായി തന്നെ ആഘോഷിക്കും. നമുക്കറിയാം, പ്ലാസ്റ്റിക്കിന് കർശന നിയന്ത്രണം ഉണ്ടാകും. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. 116 ബലിത്തറകളുണ്ട്. ഒരേ സമയം ഏതാണ്ട് 2000 പേർക്ക് ബലിയിടാം. ഈ ആലുവ പുഴയ്ക്ക് അപ്പുറമുള്ള മറുകരയിലെ ശ്രീ അദ്വൈതാശ്രമത്തിലും സമാനമായി തന്നെ ഏതാണ്ട് ഒരേ സമയം 2000 പേർക്ക് ബലിയിടാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുല്ലപ്പള്ളി തന്ത്രിയുടെ നേതൃത്വത്തിലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. വർഷങ്ങളായി ഇത്തരത്തിൽ നിരവധി പേർ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് വൈകിട്ട് മുതൽ നാളെ ഉച്ചവരെ ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ ഇവിടെ എത്തുമെന്ന ഒരു കണക്കാണ് ഇവർ വിലയിരുത്തുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും കൂടാതെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കം ഈ ആലുവ മണപ്പുറത്ത് പൂർണ്ണ സജ്ജമായി നിൽപ്പുണ്ട്. നിരവധി ഭക്തരടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ആ നിലയിലുള്ള ഒരു പരിഷ്കാരങ്ങളെല്ലാം തന്നെ എല്ലാ വർഷവും സ്വീകരിക്കാറുണ്ട്. സമാനമായി തന്നെ ഇപ്പോഴും അത് സ്വീകരിച്ചു വരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ബലിമണ്ഡപത്തിൽ ആളുകൾ എത്തി അതിന്റെ ചടങ്ങിന്റെ ഭാഗമാകുന്നു. നാളെയും സമാനമായി തന്നെ വലിയ തിരക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടും. അത്തരത്തിലൊരു ക്രമീകരണങ്ങൾ എന്തായാലും ആലുവ മണപ്പുറത്ത് ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രജിൻ. യെസ്, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിതിൻ പറഞ്ഞു, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മുടെ കൊച്ചി മെട്രോ അത് അധിക സമയം ഓടുന്നുണ്ട്. കൂടുതൽ സർവീസുകൾ ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് രാത്രിയൊക്കെ വലിയ തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ എത്തുന്ന വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും.